Good morning, dear students. In this video, I will explain how residential status of a firm, association of person, company and every other persons are determined. First of all, let us discuss how residential status of a firm or an AOP are determined. A firm or association of persons are resident in India in any previous year if the control and management of its affairs is situated wholly or partly in India during the relevant previous year. ഒരു പ്രീവിയസ് ഇയറിലെ ഒരു ഫേമോ അല്ലെങ്കിൽ AOPയോ റെസിഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഒന്നുകിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലായിരിക്കണം. A firm or AOP are non-resident only when the control and management of their affairs is situated wholly outside India. മുഴുവനായിട്ടും ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് ഒരു ഫേമിൻ്റെയോ അല്ലെങ്കിൽ AOPയുടെയോ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആയിരിക്കും. Then let us discuss how residential status of companies are determined. ഇപ്പോൾ കമ്പനികളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി കമ്പനികളെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇന്ത്യൻ കമ്പനി, രണ്ടാമത്തത് ടേൺ ഓവർ 50 കോടിക്ക് മേലെയുള്ള ഫോറിൻ കമ്പനി, മൂന്നാമത് ടേൺ ഓവർ 50 കോടിയോ അല്ലെങ്കിൽ അതിൽ താഴെയോ ഉള്ള ഫോറിൻ കമ്പനി. ഇന്ത്യൻ കമ്പനി എല്ലാ സമയവും റെസിഡൻ്റ് ആയിരിക്കും. ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇനി അടുത്തത് എ ഫോറിൻ കമ്പനി ഹൂസ് ടേൺ ഓവർ ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് മോർ ദാൻ ₹50 crore. പ്രീവിയസ് ഇയറിലെ ഗ്രോസ് ടേൺ ഓവർ 50 കോടിക്ക് മേലെയുള്ള ഫോറിൻ കമ്പനി. അങ്ങനെയുള്ള കമ്പനി റെസിഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. അപ്പോൾ അത്തരം ഫോറിൻ കമ്പനി പ്രീവിയസ് ഇയറിൽ റെസിഡൻ്റ് ആവണമെങ്കിൽ പ്രീവിയസ് ഇയറിൽ അതിൻ്റെ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് റെസിഡൻറ്റ് എന്ന് പറയാൻ പറ്റൂ. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആയിരിക്കും. മൂന്നാമത്തത് എ ഫോറിൻ കമ്പനി ഹൂസ് ടേൺ ഓവർ ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ₹50 crore ഓർ ലെസ്. അതായത് 50 കോടിയോ അതിൽ താഴെയോ ഗ്രോസ് ടേൺ ഓവറുള്ള ഫോറിൻ കമ്പനി എല്ലാ സമയവും നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഇനി എന്താണ് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് നോക്കാം. Place of effective management means a place where key management and commercial decisions that are necessary for the conduct of the business of an entity as a whole in substance are made. ഇപ്പോൾ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയുടെ ബിസിനസ് മൊത്തത്തിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലത്തിനെയാണ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കീ മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സ്ഥലമായിരിക്കണം. അത്തരം ഡിസിഷൻ എന്ന് പറയുന്നത് ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ അത്യാവശ്യമായിരിക്കണം. ആ എൻറ്റിറ്റിയുടെ മൊത്തമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് എവരി അതർ പേഴ്സൺ ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി പേഴ്സണെ നമ്മൾ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് സെക്ഷനാണ് എവരി അതർ പേഴ്സൺ. എവരി അതർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറയാത്ത കേസുകൾ, ഇൻഡിവിജ്വൽ, HUF, ഫേം, AOP, പിന്നെ കമ്പനികൾ, അതല്ലാത്ത അതർ പേഴ്സൺസ്, അതാണ് എവരി അതർ പേഴ്സൺസ്. എവരി അതർ പേഴ്സൺസ് ലൈക്ക് ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡിഷ്യൽ പേഴ്സൺ etc. is said to be resident in India in any previous year if the control and management of its affairs is wholly or partly situated in India. If control and management of its affairs is situated wholly outside India, it is a non-resident. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Y Limited is a company incorporated in Japan. Turnover in the previous year is more than ₹50 crore. It has 10 shareholders who are Indian citizens and resident in India. What is the residential status of Y Limited for the assessment year 2020-21 if A. Place of effective management is in Japan, B. Place of effective management is in India. ക്വസ്റ്റ്യനിൽ Y Limited ഫോറിൻ കമ്പനിയാണ്. അതിൻ്റെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 50 കോടിക്ക് മേലെയാണ്. 50 കോടിക്ക് താഴെയാണ് എങ്കിൽ എല്ലാ ഫോറിൻ കമ്പനിയും നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഇവിടെ 50 കോടിക്ക് മേലെയാണ്. ഇനി അടുത്ത് നോക്കേണ്ടത് ഇതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻ്റ് ആണ്. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡൻ്റ് ആയിരിക്കും, പുറത്താണെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. 2 കേസുണ്ട്, കേസ് A, കേസ് B. അപ്പോൾ കേസ് A എന്ന് പറയുന്നത് Y Limited ഈസ് എ ഫോറിൻ കമ്പനി വിത്ത് ടേൺ ഓവർ മോർ ദാൻ ₹50 crore. ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഇൻ ജപ്പാൻ. ഇപ്പോൾ ഫോറിൻ കമ്പനിയാണ്, അതിൻ്റെ ടേൺ ഓവർ 50 കോടിക്ക് മേലെയാണ്. അപ്പോൾ 50 കോടിക്ക് മേലെ ആയതുകൊണ്ട് അത് റെസിഡൻ്റ് ആവാനും നോൺ റെസിഡൻ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കണമെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് നോക്കണം. ആനുവൽ ടേൺ ഓവർ 50 കോടിക്ക് താഴെയാണ് എങ്കിൽ എല്ലാ ഫോറിൻ കമ്പനിയും നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഇവിടെ 50 കോടിക്ക് മേലെയാണ്. അതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ജപ്പാനിലാണ്. അതുകൊണ്ട് ഈ കമ്പനി നോൺ റെസിഡൻ്റ് ആണ് ഒന്നാമത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ Y Limited is a foreign company with a turnover more than ₹50 crore. Its place of effective management is in India. Therefore, Y Limited is resident in India.